നാളെയാണ് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ ഹിന്ദി എക്സാം ഉള്ളത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്, ലെറ്ററും ഡയറി അല്ലെ. ഒരു വീഡിയോയിൽ നമുക്ക് ലെറ്ററും ഡയറിയും സെറ്റ് ആക്കാം. അതായത് ഹിന്ദി എക്സാമിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഡയറിയും ലെറ്ററും ചോദിക്കാത്ത ഒരു എക്സാം ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവുകയില്ല. അപ്പൊ നമുക്ക് ഈ പഠിച്ചാലും എന്താണ് വേസ്റ്റ് ആവാത്ത ഒരു സംഭവമാണ് മിസ് പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? പത്ര പഠിക്കാം, ലെറ്റർ പഠിക്കാം. ലെറ്ററിന് പത്ര എന്നാണ് പറയുന്നത്, അല്ലാതെ പത്രമല്ല പത്ര അല്ലെ. പത്രം എന്ന് വെച്ചാൽ ലെറ്റർ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ പത്രം എന്ന് കാണുമ്പോൾ വേറൊന്നും വിചാരിക്കേണ്ട, ലെറ്റർ ആണ് എന്നുള്ള കാര്യം മക്കൾ ആലോചിച്ച് വെച്ചോളാം. ഇനി ഏത് പത്രം ചോദിക്കട്ടെ, എഴുതാനുള്ള ഫോർമാറ്റ് ആണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഫോർമാറ്റ് മാത്രം എഴുതി വെച്ചാൽ നമുക്ക് 2 മുതൽ 2.5 മാർക്ക് വീതം വരെ മേടിക്കാൻ പറ്റും കേട്ടോ. മാത്രമല്ല എന്താണ്, ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എഴുതി വെച്ചു, പിന്നെന്താണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് കിട്ടും. അപ്പൊ വളരെ ഈസി ആയിട്ട് പത്രത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് പഠിക്കാതെ നിങ്ങൾ പോവാൻ പാടില്ല ക്രിസ്മസ് എക്സാമിന്. ഇത് പഠിച്ചിട്ട് പോയിക്കോളാം. നോക്കാം, ലെറ്റർ എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോക്സ് ഒക്കെ വരച്ച് വൃത്തിക്ക് എഴുതിക്കോളാം കേട്ടോ. ബോക്സ് വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ഈ സൈഡിലായിട്ട് എന്താണ് ഒരു സ്ഥാനം, പിന്നെന്താണ് ഒരു ഡേറ്റും എഴുതി വെച്ചോളാം. സ്ഥാനം എന്ന് വെച്ചാൽ എന്താണ്, പ്ലേസ്. ഏത് പ്ലേസ് ആണോ വേണ്ടത്. ഇനിയിപ്പോ പ്ലേസ് ഒന്നും കിട്ടിയില്ല, സാരമില്ല, സ്ഥാനം എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതി വെക്കുക. ഈ ഡേറ്റും സ്ഥാനവും എഴുതാൻ മറന്നു പോകരുത്. അത് കഴിഞ്ഞിട്ട് ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ കത്ത് തുടങ്ങാം. നോക്കിക്കേ, പ്രിയ മിത്ര എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. നമുക്ക് ഫ്രണ്ടിന് മാത്രമേ കത്ത് അയക്കാൻ ഉണ്ടാവുള്ളൂ. അതൊരു വലിയൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഹിന്ദിയിൽ മിത്രിനാണ് അധികം നമ്മൾ ലെറ്റർ അയക്കാറ്. അപ്പൊ നോക്കാം, പ്രിയ മിത്ര. പ്രിയ മിത്ര എന്ന് പറഞ്ഞിട്ട് എന്താണ്, തും കേസേ ഹോ, നിനക്ക് എന്താണ് സുഖം ആണോ എന്നുള്ളതിന് തും കേസേ ഹോ എന്ന് പറയാണ്. മേ യഹാ ടീക് ഹൂ, ഞാനിവിടെ ഓക്കെ ആണ്. ടീക് ഹൂ എന്ന് വെച്ചാൽ ഓക്കെ ആണ്, എനിക്ക് സുഖമാണ് എന്ന് പറയാണ് അല്ലെ. മേ യഹ് പത്ര, ഞാൻ ഈ ഒരു ലെറ്റർ, ഏക് വിശേഷ് ബാത്ത്, ഒരു വിശേഷപ്പെട്ട കാര്യം, ബാത്ത് എന്ന് വെച്ചാൽ എന്താണ്, കാര്യമാണ് കേട്ടോ. ബത്താനെ കേലിയെ, പറയാൻ വേണ്ടിയിട്ടാണ്, ലിഖ് രഹാ ഹൂ, എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കത്തിന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് പറയണം, നമ്മുടെ കഥ പറയണം. അതായത് കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം മുമ്പുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, മറ്റേതുണ്ടായി, മറിച്ചേതുണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഥ അങ്ങോട്ട് എഴുതി വെക്കുക. എന്താണോ നിങ്ങൾക്ക് സുഹൃത്തിനോട് പറയാനുള്ളത് അത് എഴുതി വെക്കുക. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണേ. അത് കഴിഞ്ഞു, നമ്മുടെ ലെറ്ററിന്റെ ഫോർമാറ്റ് കഴിഞ്ഞു? ഇല്ല. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് എഴുതണം, എല്ലാവരോടും എന്താണ് ഇഷ്ടം അറിയിക്കണം, മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറയണ്ടേ. നോക്കിക്കേ, സബ്കോ മേരാ പ്യാർ കഹ് ദേന, എല്ലാവരോടും എന്റെ പ്യാർ, എന്റെ സ്നേഹം അറിയിക്കണം, പറയണം എന്ന് പറയാണ്. ജവാബി പത്ര, ജവാബി പത്ര എന്ന് വെച്ചാൽ എന്താണ്, മറുപടി കത്താണ്. എന്താണ് ജവാബി പത്ര, മറുപടി കത്താണ്. പ്രതീക്ഷ കരാഹും, പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ 3ാമത്തെ പാരഗ്രാഫ് അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഇത് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഫുൾ തികച്ച് കിട്ടത്തില്ല. ഇതാണ് ഇതിലെ മെയിൻ അവതാരം എന്ന് പറയുന്നത്. ഇത് എഴുതാതെ പോകാൻ പാടില്ല. എന്താണിത്, ടു അഡ്രസ് ആണ്. നമ്മൾ വെറുതെ സ്വന്തമായിട്ട് എഴുതി കളിക്കല്ലോ, ഒരാൾക്ക് അയച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. നോക്കിക്കേ, സേവാമേ 2 ആണ് കേട്ടോ. സേവാമേ നാം പത്ത, നാം എന്ന് വെച്ചാൽ നീമാണ്, പത്ത എന്ന് വെച്ചാൽ എന്താണ്, അഡ്രസ് ആണ് അല്ലെ. അപ്പൊ ഒരാളുടെ അഡ്രസ്സ് നമ്മൾ എഴുതി കൊടുക്കാണ്. ഓക്കെ, നമ്മുടെ ഈ എന്തിനു പറ്റി, ഓക്കെ യെസ്. അപ്പൊ 10 എന്ന് വെച്ചാൽ അഡ്രസ് ആണ് അല്ലെ. അഡ്രസ്സും നിങ്ങൾ എഴുതി കൊടുക്കാണ്. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണ്, ബോക്സിൽ ഇട്ടേക്കാം. ഇത് പുറത്ത് എഴുതുന്ന കത്തിന് പുറത്തുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ബോക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇട്ട് വെക്കണം. പിന്നെ തുമാരാ മിത്ര, നിന്റെ സ്വന്തം സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് നെയിം ഇട്ട് വെച്ചേക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ലെറ്റർ വരികയാണെങ്കിൽ ഇത് എഴുതി വെക്കാൻ, നടുവിൽ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും എഴുതി വെച്ചാൽ സൂപ്പർ ഡൂപ്പർ ആയിട്ട് മാർക്ക് കിട്ടും. ഇനി വീണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വേറൊരു സംഭവമാണ് ഡയറി എന്ന് പറയുന്നത് അല്ലെ. ഡയറി ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. നമ്മളുടെ ഈ ഒരു 9ാം ക്ലാസ് ഈ ഒരു കഥയിലാണെങ്കിൽ ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ ഉണ്ട് അല്ലെ. ചിലപ്പോ എന്താണ്, ഫുട്ബോളില് ഫസ്റ്റ് എന്ത് കിട്ടി, ഫസ്റ്റ് ഇത് കിട്ടിയോണ്ട്, വേൾഡ് കപ്പ് കിട്ടിയോണ്ട് നമ്മുടെ പെലെ ചിലപ്പോൾ എന്താണ് ഒരു ഡയറി എഴുതി കൂടായികയില്ല. പിന്നെ അച്ഛനെയും അമ്മേനെയും കണ്ട സന്തോഷത്തില് നമ്മുടെ ബായ് ഒരു ഡയറി എഴുതി കൂടായികയില്ല അല്ലെ. പിന്നെ ചട്പട്ടിന്റെ ഡയറി ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഡയറികൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. നോക്കിക്കേ, ഡയറി അല്ലെ. ഡയറിയുടെ ഫോർമാറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡയറി 2 തരത്തിലാണുള്ളത്. ഒന്ന് സന്തോഷത്തോടെ എഴുതുന്ന ഡയറിയും ഒന്ന് സങ്കടത്തോടെ എഴുതുന്ന ഡയറിയും. രണ്ടിനും 2 ഭാഗമാണ് നമ്മൾ പറയാൻ പോവാണ്. ശ്രദ്ധിച്ചോളാം, ഡയറി എഴുതുമ്പോഴും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ബോക്സ് ആണ്. ഈ ബോക്സ് മാത്രം വരച്ച് വെച്ചാൽ ഒന്നും കിട്ടത്തില്ലേ, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും വേണം. അപ്പൊ നോക്ക, ആദ്യം ഡേറ്റ് എഴുതാ, ടൈം എഴുതാ, പിന്നെ എന്ത് എഴുതാ, ഡേ എഴുതാ. എന്തൊക്കെയാണ്, ഡേറ്റ്, ടൈം, ഡേ. ടൈം എഴുതുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ ഫോർമാറ്റിലൊക്കെ എന്ത് വരുന്നുണ്ട്, ടൈമും കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ്, നൗ ബജേ എന്നാണ്. ബജേ എന്ന് വെച്ചാൽ എന്താണ്, മണി, 19 മണി ആയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ആലോചിച്ച് വെച്ചോളാം, എഴുതി വെച്ചോളാം. എങ്ങനെയാണ് ഡയറി തുടങ്ങുന്നത് നോക്കിക്കേ, ആജ് കാ ദിൻ,
ഇന്നത്തെ ദിവസം ഞാൻ കൈസേ ഭൂലും എങ്ങനെ മറക്കും എന്ന് പറഞ്ഞിട്ട് 2-3 കുത്തൊക്കെ ഇട്ട് വെച്ചോളാം. അത് കഴിഞ്ഞിട്ട് എന്താണ് ആജ് മേരാ ദിൽ, ഇന്നെന്റെ ദിൽ എന്ന് വെച്ചാൽ മനസ്സാണല്ലേ. ഇന്നെന്റെ മനസ്സ് ബഹോത് ബർ ഗയാ ഹെ, ഒരുപാട് ബർ ഗയാ ഹെ, നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയാണ്. ബർ ഗയാ ഹെ വെച്ചാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത്തനീ ഖുഷി, ഇത്രയും സന്തോഷമാണ്. ഹാപ്പി ആയിട്ടുള്ള ഡയറി നമ്മൾ എഴുതുന്നത്. ഇത്രയും സന്തോഷം ജിന്ദഗി മേ, ജീവിതത്തിൽ, ജിന്ദഗി എന്ന് വെച്ചാൽ ജീവിതമാണ്, പഠിച്ചു വെച്ചോളാം കേട്ടോ. ജീവിതത്തിൽ പെഹലി ബാർ, ഫസ്റ്റ് ടൈമാണ് ആയാ ഹേ, വന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോ കഥ എന്താണോ പറയാനുള്ളത് അതൊക്കെ നമ്മൾ പറയുന്നു. അന്നുണ്ടായ സംഭവങ്ങളൊക്കെ എഴുതുന്നു. അവസാന എൻഡിങ്ങിൽ നമ്മൾ എന്ത് പറയും? ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം മേരെ ലിയെ, എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഹമേഷ, എപ്പോഴും യാദ്ഗാർ രഹേഗ. യാദ്ഗാർ എന്ന് വെച്ചാൽ ഓർമ്മ നിൽക്കും. അന്നത്തെ ദിവസം ഒരു കഥാപാത്രത്തിന് മറക്കാൻ പറ്റത്തില്ല. അപ്പം യാദ്ഗാർ രഹേഗ എന്ന് വെച്ചാൽ ഓർമ്മ നിൽക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡയറി അവിടെ എൻഡ് ചെയ്തോളാം. ഇത് സന്തോഷമുള്ളപ്പോൾ എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറിയാണ്. കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് ഡയറി മാറും അല്ലെ. ഇത് നമ്മുടെ കഥാപാത്രത്തിന് സങ്കടമാണ്, ഫുൾ സെഡ് മൂഡാണെങ്കിൽ എഴുതേണ്ട ഡയറിയാണ് ഇത്. നോക്കിക്കേ, ഡേറ്റ് എഴുതാ, ടൈം എഴുതാ, ഡേ എഴുതാ. ഡേ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രവിവാർ, ബുധവാർ, ശനിവാർ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോളാം കേട്ടോ. അങ്ങനെ സങ്കടമുള്ളപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഓ അയ്യോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങിക്കാളാം കേട്ടോ. 2-3 കുത്തൊക്കെ ഇടുക. പിന്നെന്താണ് ആജ് കേസേ ദിൻത, ഇന്ന് എങ്ങനത്തെ ദിവസമായിരുന്നു? കേസേ ദിൻത എന്ന് വെച്ചാൽ എങ്ങനെയുള്ള ദിവസമായിരുന്നു. തീരെ ഒരുമാതിരി വൃത്തികെട്ട ദിവസമാണ്, അതുകൊണ്ടാട്ടോ അങ്ങനെ എഴുതുന്നേ. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം മേ കബി നെഹി ഭൂലൂങ്ക, ഞാൻ ഒരിക്കലും മറക്കില്ല. കബി നെഹി ഭൂലൂങ്ക, അങ്ങനെ പഠിച്ചു വെച്ചോളാം. ആവശ്യം വരും കേട്ടോ. 10ാം ക്ലാസ്സിലും ആവശ്യമുള്ള സാധനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കബി നെഹി ഭൂലൂങ്ക, ഒരിക്കലും മറക്കില്ല എന്ന് പറയാണ് അല്ലെ. ഇത്തനാ ബുരാ ദിൻ, ഇത്രയും ബൂര എന്ന് വെച്ചാൽ മോശപ്പെട്ട കേട്ടോ, മോശമായിട്ടുള്ള ദിവസം. ജിന്ദഗി മേ, ജീവിതത്തിൽ പെഹലി ബാർ ആയ ഹേ, ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പറയുന്നത് യഹ് മേരെ ജീവൻ കാ, ഇത് എന്റെ ജീവൻ കാ, ജീവിതത്തിലെ ഒരു അവിസ്മരണീയ ദിൻത, അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഡേ ആണ്. അവിസ്മരണീയ ദിൻത അല്ലെങ്കിൽ എന്താണ് യാദ്ഗാർ ദിൻത, യാദ്ഗാർ രഹേഗ, ഓർമ്മ നിൽക്കും. ഇതെന്താണ് മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു എൻഡിങ് പഠിച്ചു വെക്കാം. ഇതിൽ ഏത് എൻഡിങ് വേണമെങ്കിലും മക്കൾക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ ഡയറി എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇനി ഇത് മാത്രം എഴുതി വെച്ചാലും നിങ്ങൾക്ക് 1 മാർക്കിന്റെ അടുത്ത് കിട്ടും. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മാർക്കിന്റെ അടുത്ത് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റ് പഠിക്കാതെ മക്കള് നാളത്തെ എക്സാം എഴുതാൻ പാടില്ല. അപ്പൊ ഇതേപോലത്തെ കോണ്ടന്റ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ നാളത്തെ എക്സാം നന്നായിട്ട് എഴുതിക്കോളാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.